ഇതാ ഒരുപാട് കാലത്ത് കാത്തിരിപ്പ്. ഇവനെ നമ്മൾ പണിത് ഇറക്കാൻ പോവുകയാണ്. ഇതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കാണാം. ഹൗസിങ് മുതൽ ഒന്നുമില്ല, ഫ്രണ്ട് ഹൗസിങ്ങിൽ നിന്ന് എവിടത്തേക്കും കണക്ഷൻ ഇല്ല, ഒന്നുമില്ല. ഈ ഒരു അവസ്ഥയാണ്. ഇതിനെ കംപ്ലീറ്റ് റീസ്റ്റോർ ചെയ്തിട്ടാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ സ്പെയറുകളൊക്കെ കിട്ടണമല്ലോ അല്ലേ. ആദ്യം തന്നെ ഹെഡിന് പമ്പ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. പമ്പ് വേറെ വണ്ടിയിൽ ചെക്ക് ചെയ്ത് കൊണ്ടുവന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ടീറ്റത്തിനൊന്നും വലിയ ഡാമേജുകളൊന്നുമില്ല. പമ്പ് പക്കയാണ്. ഇഞ്ചക്ഷൻ പമ്പ് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഫ്ലൈ വീലെത്തി. പിന്നീട് ഫ്ലൈ വീല് പർച്ചേസ് ചെയ്ത് ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ സ്പെയർ ഇല്ലാത്തതുകൊണ്ടാണ് ഈ വീഡിയോ ഇത്രയും ലേറ്റായി പോയത്. നമുക്ക് ആദ്യം തന്നെ ബോഡി മറച്ചിട്ട് പരിപാടി തുടങ്ങാം. ഇത് കെട്ടി വലിച്ച് കൊണ്ടുവന്നതാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് അറിയാം, ക്ലച്ച് മുതൽ ഒരു സാധനമില്ല. പമ്പിൻ്റെ ഒക്കെ പൈപ്പുകളൊക്കെ ഊരിയിട്ടിരിക്കുകയാണ്. വണ്ടീനകത്ത് കംപ്ലീറ്റ് ഊരിയിട്ടിരിക്കുകയാണ്. ഇനി ഡിഫറൻഷ്യലിൻ്റെയൊക്കെ അവസ്ഥ ഊരി നോക്കിയാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഫ്രണ്ട് ഡിഫറൻഷ്യലില്ല, ബാക്ക് ഡിഫറൻഷ്യൽ ഇതൊക്കെ ഊരി നോക്കി എന്നിട്ട് മാത്രമേ പറയാൻ പറ്റുള്ളൂ. വയറിങ്ങുകളൊക്കെ കംപ്ലീറ്റ് വിട്ട് കിടക്കുകയാണ്. ന്യൂമാറ്റിക് കണക്ഷൻസ് ഒക്കെ വിട്ട് കിടക്കുകയാണ്. പുതിയ ന്യൂമാറ്റിക് കണക്ഷൻസ് അടക്കം കൊടുക്കേണ്ടിയിരിക്കുന്നത്. ഇപ്പോൾ ഡീസൽ ടാങ്കിൻ്റെ അവസ്ഥ ഉണ്ടല്ലോ, ഡീസൽ ടാങ്ക് ഇതാണ്. ഈ ഡീസൽ ടാങ്കിൻ്റെ അവസ്ഥ. നെക്സ്റ്റ് ടാങ്കിൻ്റെ അവസ്ഥ അതും ഫുള്ളി റസ്റ്റിയാണ്. ന്യൂമാറ്റിക്സ് ഒക്കെ പോയതാണ്. ഇപ്പോൾ ചേസ് കംപ്ലീറ്റ് നമ്മൾ റസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്യേണ്ടി വരും. അതിന് ശേഷം മാത്രമേ ഇത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഹബ്ബൊക്കെ കണ്ടില്ല, ഹബ്ബ് ഊരിയിട്ട് ഇരിക്കുകയാണ്. ഹബ്ബിൽ നിന്ന് കണക്ഷൻ അതിന് ഡിഫറൻഷ്യലൊക്കെ ഊരി നോക്കിയാലേ അറിയുള്ളൂ. ഡിഫറൻഷ്യൽ ഓയിൽ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ, ഓയിൽ ഉണ്ടാവാം, ഓൾമോസ്റ്റ് ഓയിൽ ഉണ്ടെന്ന് തോന്നുന്നു. അതാണ് പ്രതീക്ഷ. ട്രാൻസ്മിഷൻ ട്രാൻസ്ഫർ കേസ് ഒന്നുമില്ല. ട്രാൻസ്മിഷൻ സിസ്റ്റം ഒക്കെ ഇപ്പോൾ ഇതിൽ ആബ്സെൻ്റ് ആണ്. നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ക്ലച്ച് ഇല്ലെങ്കിൽ പിന്നെ അതിൻ്റെ അങ്ങോട്ടൊക്കെ ഗിയർ ബോക്സ് ഇല്ലല്ലോ. ഗിയർ ബോക്സ് ഇല്ല, ട്രാൻസ്ഫർ കേസ് ഇല്ല, ഒന്നുമില്ല. സ്റ്റിയറിംഗ് ബോക്സും ഇല്ല. അത് ഫ്രണ്ടിൽ നിന്ന് കാണിച്ചു തരാം. ഇനിയിപ്പോൾ സ്റ്റിയറിംഗ് ബോക്സിൻ്റെ അവസ്ഥയൊക്കെ ഫ്രണ്ടിൽ നിന്ന് കാണിച്ചു തരാം. ക്യാബിൻ്റെ ഇൻസൈഡിൻ്റെ അവസ്ഥ ഇതാണ് അവസ്ഥ. ക്യാബിന് എല്ലാവർക്കും കാണാൻ പൂതി ഉണ്ടാവും അല്ലേ. ഇതാണ് ക്യാബിൻ്റെ അവസ്ഥ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടതാണ്. ക്യാബിനൊക്കെ വാട്ടർ പമ്പ് ഇല്ല, മിസ്സിംഗ് ആണ്. ഒന്നുമില്ല, വാട്ടർ പമ്പ് ഇല്ല. ഇതാണ് ഫാൻ ബെൽറ്റിൻ്റെ, ഇതാണ് ഫാനൊക്കെ ഊരിയിട്ടിരിക്കുന്നുണ്ട്. വാട്ടർ പമ്പ് ഇല്ല. ഫാൻ ഇതാ ഫ്രണ്ടിലിരിക്കുന്നു. അപ്പോൾ റേഡിയേറ്ററിൻ്റെ പൈപ്പ് അവിടെ ഇരിക്കുന്നുണ്ട്. റേഡിയേറ്ററിൻ്റെ ഇല്ല, ഒന്നുമില്ല. കംപ്ലീറ്റ് റീസ്റ്റോറേഷൻ ആയിരിക്കും ഇത്. ഇതൊരു ടൈം കൺസ്യൂമിങ് ആയിരിക്കും, ഒരുപാട് സമയം എടുക്കും ഇത് പണി തീരാൻ. 2 months എടുക്കും. അപ്പോൾ നമുക്ക് കാണാം. ഓക്കെ.